Welcome back to yet another wonderful episode of Pennaduka. This is V. Lakshmi Menon here. നമ്മൾ എല്ലാ ആഴ്ചയും നല്ല ടിപ്സും ട്രിക്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. പലർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പെണ്ണഴക് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് മേക്കപ്പ് ടിപ്സ്, ഒരുപാട് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്ട്രി ടിപ്സ്, ഒരുപാട് കാര്യത്തിൻ്റെ റിവ്യൂസ്, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ടാണ് നമ്മൾ സാധാരണ പെണ്ണഴക് ഈ സെഗ്മെന്റിൽ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് അല്ലേ. ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു മേക്കപ്പിൽ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യത്തിൻ്റെ ടിപ്സ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഒരുപാട് മേക്കപ്പ് ഒന്നും ഒരുപാട് ചെയ്യുന്ന വ്യക്തികളല്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമുണ്ട്, കണ്ണെഴുതാൻ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ. എല്ലാവർക്കും കണ്ണെഴുതുക, കാജൽ ഉപയോഗിക്കുക. അത് പ്രായമുള്ളവർക്കാവട്ടെ, ചെറുപ്പമുള്ള ആൾക്കാർക്കാവട്ടെ, അത് എഴുതി ശീലിച്ച ആൾക്കാർക്ക് അത് എഴുതിയില്ലെങ്കിൽ ഒരു അസുഖം വന്നൊരു ലുക്കാണ്. അശ്വ എന്തോ പറ്റിയല്ലോ, നീ ഉറങ്ങിയില്ലേ, അങ്ങനെ കുറേ കമൻസ് ഒക്കെ നമുക്ക് കിട്ടും അല്ലേ. നിങ്ങൾ ഞാൻ പറഞ്ഞ സത്യമല്ലേ. നമുക്ക് കാജൽ എഴുതാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. നമ്മൾ ചെറുപ്പം തൊട്ട് നമുക്കൊന്ന് പ്രായമാവാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കണ്ണെഴുതാൻ തുടങ്ങും. നമ്മുടെ കുഞ്ഞ് ബേബീസ് തന്നെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണെഴുതുക അല്ലേ കുട്ടികൾക്ക്. അപ്പോൾ ഈ കണ്ണെഴുതുക, കാജൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഡൈലമാന്ന് വെച്ചാൽ കാജൽ ലാസ്റ്റ് ചെയ്യാൻ പലർക്കും എന്താണ് അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പലർക്കും അറിയില്ല. കാജൽ എങ്ങനെയാണ് ലാസ്റ്റ് ചെയ്യുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾക്ക് വരാറുള്ളതാണ്. ഓൺലൈനിൽ കൂടെയും നമുക്ക് കമൻസിൽ കൂടെയും മെസ്സേജസിൽ കൂടെയും വരാറുണ്ട്. എങ്ങനെയാണ് മാം നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് കാജൽ എന്താണ്? മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത്. അതിന് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. കാജൽ എഴുതുമ്പം എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ പ്രിഫറബിളി എസ്പെഷ്യലി ഒരു ബ്രൈഡൽ റൂട്ടീനൊക്കെ ചെയ്യുന്നത്, നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യനാണ് ഈ സെഗ്മെൻറ്റ് കാണുന്നത്, ശ്രദ്ധിക്കുക. വാട്ടർ പ്രൂഫ് ഐലൈനേഴ്സ് അല്ലെങ്കിൽ കാജൽസ് യൂസ് ചെയ്യുക. വാട്ടർ പ്രൂഫ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? കാരണം വാട്ടർ, ഇപ്പം നമ്മൾ മിക്കവാറും ബ്രൈഡൊക്കെ ഭയങ്കര ഇമോഷണൽ ഡേ ഒക്കെയാണ്, അച്ഛനും അമ്മേനെയൊക്കെ വിട്ടു പോവുക. എല്ലാവരും ആവണമെന്നില്ല കേട്ടോ, എന്നാലും നമുക്കൊരു കുറച്ച് ഇമോഷണൽ ഡേ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷൻസും ഒക്കെ നമുക്കൊരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ഒക്കെ നമുക്ക് അന്ന് വരികയാണെങ്കിൽ, വിമൻ നമുക്കങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ കാജൽ അവിടെ അനങ്ങാണ്ടിരിക്കണം. അല്ലെങ്കിൽ വി വിൽ ലുക്ക് ലൈക്ക് എ റക്കൂൺ, ഭയങ്കരമായിട്ട് സ്മജ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഭയങ്കര ഒരു വല്ലാത്തൊരു ലുക്ക് വരും. സോ ട്രൈ ആൻഡ് യൂസ് വാട്ടർ പ്രൂഫ് കാജൽസ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ഐലൈനേഴ്സ്. ഒരുപാടുണ്ട് ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ. എൻഷുർ ഇറ്റ് ഇസ് ജെറ്റ് ബ്ലാക്ക്, നല്ല ബ്ലാക്ക് ആയിരിക്കണം. അപ്പം നല്ലതായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വേണം മേടിക്കാൻ. ആൻഡ് സി, ഇപ്പോൾ എപ്പോഴും നമ്മളൊരു കടയിൽ പോകുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പോയി മേടിക്കാണ്ട് ജസ്റ്റ് നിങ്ങളുടെ കയ്യിലൊന്ന് സ്വാച്ച് ചെയ്തിട്ട് വീട്ടിൽ പോയി അതൊക്കെ ഒന്ന് എത്ര ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, പീൽ ചെയ്യുന്നുണ്ടോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മേടിക്കാൻ. സെക്കൻഡ് ടിപ്പ്, നമ്മൾ കാജൽ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈനേഴ്സ് മേടിക്കും, ഐലൈനേഴ്സ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഷുഡ് ബി മാറ്റ് ലുക്ക്. നമുക്ക് ഒരിക്കലും ഈ ഗ്ലോസി പീലിംഗ് ഫിനിഷുള്ള ലൈനേഴ്സ് അവോയ്ഡ് ചെയ്യുക. ട്രൈ ആൻഡ് യൂസ് മാറ്റ് ഫിനിഷ്, കാരണം കുറച്ചുകൂടി എലിഗൻ്റ് ആണത്. ഗ്ലോസി ലുക്സുള്ള ഐലൈനേഴ്സ് ആണെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എസ്പെഷ്യലി ലിക്വിഡ് ലൈനേഴ്സ് നമ്മൾ ചിലത് ഇടുമ്പോൾ ഒരു ഗ്ലോസി ഫിനിഷ് ഉണ്ടാവും. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ലൈറ്റ് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും, തട്ടി ബൗൺസ് ചെയ്യും, ഒരു ഷൈൻ വരും, വിച്ച് ഇസ് നോട്ട് എലിഗൻറ്റ്. So always അറിയേണ്ട ഒരു കാര്യം, പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഓൾവേസ് പ്രിഫർ എ മാറ്റ് ഐലൈനർ. അപ്പോൾ മാറ്റ് ലുക്ക് ആണെങ്കിൽ ഒരു എലിഗൻറ്റ് ലുക്കാണ്, കണ്ണിന് കുറച്ചും കൂടി ഒരു ഇഫക്റ്റ് ഉണ്ടാവും. പിന്നെ ബ്ലാക്ക് ലുക്സ് റിയലി ജെറ്റ് ബ്ലാക്ക് ആൻഡ് മേക്സ് യുവർ ലാഷസ് ഓൾസോ ലുക്ക് തിക്കർ. അപ്പോൾ നിങ്ങൾ എപ്പോഴും മാറ്റ് ഐലൈനേഴ്സ് എപ്പോഴും യൂസ് ചെയ്യുക. തേർഡ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഒരു ഐലൈനർ അല്ലെങ്കിൽ ഐ റുട്ടീൻ ലാസ്റ്റ് ചെയ്യാൻ എല്ലാവരും ഏറ്റവും വേൾഡിൽ സം ഓഫ് ദി ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്യുന്ന ഒരു ടിപ്പുണ്ട്. അത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവർ ചെയ്യുന്നത് വെച്ചാൽ ലെയറിങ് പ്രോസസ്സാണ് അവർ ചെയ്യുന്നത്. അപ്പം ആദ്യം ഒരു ഐലൈനർ വരയ്ക്കുമ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്ന ലൈനേഴ്സ് എന്ന് പറയുന്നത്, യു ഹാവ് ജെൽ ലൈനേഴ്സ്, ദെൻ യു ഹാവ് ലിക്വിഡ് ലൈനേഴ്സ് ആൻഡ് യു ഹാവ് എ കാജൽ പെൻസിൽ അല്ലേ. അപ്പോൾ അവരാദ്യം ചെയ്യുന്നത് വെച്ചാൽ ഒരു കാജൽ പെൻസിൽ വെച്ച് വരയ്ക്കും. അതിനുശേഷം അവരെന്ത് വെച്ചാൽ ജെൽ ലൈനർ കൊണ്ട് അതിൻ്റെ പുറത്തു കൂടെ പോകും. അതിനുശേഷം അവരെന്ത് വെച്ചാൽ ഒരു ലിക്വിഡ് ലൈനർ അതിൻ്റെ പുറത്തും കൂടെ പോകും. ഈ ലെയറിങ് പ്രോസസ്സ് വയ്ക്കുമ്പോൾ ഒരിക്കലും ആ കാജൽ അവിടുന്ന് ബഡ്ജ് ചെയ്യില്ല. ഇറ്റ്സ് ബഡ്ജ് പ്രൂഫ്. ഇറ്റ് ലാസ്റ്റ് യു ദ ഹോൾ ഡേ. ഇറ്റ് വിൽ മേക്ക് യുവർ ഐസ് റിയലി സൾട്രി, നല്ല രസമായിട്ട് സൾട്രി ആയിട്ട് ലുക്ക് വരും. ദിസ് ഇസ് വാട്ട് എ ലോട്ട് ഓഫ് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഒരുപാട് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ശരിക്കും ഹോളിവുഡ് സെലിബ്രിറ്റീസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇത്, where they layer their eyeliners. അപ്പം ആദ്യം കാജൽ, then they use a gel and then they finish it up with the liquid. And liquid ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, you don't use the same brush, always take it on the back of your hand. എന്നിട്ട് വേറൊരു ബ്രഷ് വെച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. എൻഷുർ സാനിറ്ററി ആയിട്ട് യൂസ് ചെയ്യാവുന്നത്. ടിപ്പ് ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ കോളേജിൽ പോകുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ വർക്കിന് പോകുന്ന കുട്ടികൾ, നിങ്ങൾക്ക് കാജൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പലപ്പോഴുമായി നമ്മുടെ കാജൽ വളരെയധികം സ്മഡ്ജിങ് ആണെങ്കിൽ, വളരെ പെട്ടെന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 2-3 കാര്യം ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കാജൽ വരച്ചതിന് ശേഷം ഒരു ഐ ഷാഡോ വെച്ചിട്ട്, സെയിം
സെയിം ബ്ലാക്ക് ഐ ഷാഡോ വെച്ച് അതൊന്ന് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ മിക്ക കാജലും വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന കാജൽസിൽ ഓയിൽ കണ്ടന്റ് അല്ലെങ്കിൽ വാക്സ് കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ ആ വാക്സ് കളയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. അപ്പം ഒരു ഐ ഷാഡോ എന്ന് പറയുന്ന ഒരു പൗഡർ ഫോർമുലയാണ്. അപ്പം നമ്മൾ ആ പൗഡർ ഇടുമ്പോൾ എന്തെന്ന് വെച്ചാൽ ആ കാജലിൽ ഉണ്ടായിരിക്കുന്ന ഓയിൽ കണ്ടന്റ് ഈ പൗഡർ അങ്ങ് മാറ്റിഫൈ ചെയ്യും. സോ ഇറ്റ് വിൽ മേക്ക് യുവർ കാജൽ ലാസ്റ്റ് ലോങ്കർ. അപ്പോൾ നിങ്ങൾ കാജൽ വരച്ചതിന് ശേഷം ഒരു ബ്ലാക്ക് ഐ ഷാഡോ എടുത്ത് ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കണം. അപ്പം ദിസ് വിൽ മേക്ക് യുവർ ഐ മേക്കപ്പ് ലാസ്റ്റ് ലോങ്കർ. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ നിങ്ങൾ സ്മജ് ചെയ്യുമ്പോൾ കൂടുതൽ ഐ ഷാഡോസ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ കണ്ടന്റ് കൂടുതലാണെങ്കിൽ ചെറുതായിട്ട് ലിറ്റിൽ ബിറ്റ് ഓഫ് ട്രാൻസ്ലൂസൻറ്റ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് തുടച്ചതിന് ശേഷം കാജൽ വരച്ചിട്ട് പിന്നെ ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഈവൻ മേക്ക് കാജൽ ലാസ്റ്റ് ഈവൻ മോർ ലോങ്കർ. സോ ടിപ്പ് നമ്പർ 4 is ensure you layer with a powder eyeshadow on top of a kajal. സോ എവ്രി വൺ, ഈ കാജലിലെ ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനറ്റ്ലി ഇൻകോർപ്പറേറ്റ് ഇൻ ടു യുവർ ഡെയിലി ലൈഫ് ആൻഡ് റൈറ്റ് ടു us, let us know. ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും അടുത്ത ആഴ്ച ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും with more tips, tricks, videos, tutorials only for you through Pennaraga. This is me, Lakshmi, signing off. I'll see you next week. Take care. Bye-bye.